10 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾക്കും 15 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള പെട്രോൾ വാഹനങ്ങൾക്കും ഡൽഹിയിലെ പമ്പുകളിൽ നിന്ന് ഇന്നു മുതൽ ഇന്ധനം ലഭിക്കില്ല. തലസ്ഥാനത്തെ വാഹന മലിനീകരണം നിയന്ത്രിക്കാനുള്ള നടപടികളുടെ ഭാഗമായി സർക്കാർ പ്രഖ്യാപിച്ച തീരുമാനം ഇന്നു മുതൽ നിലവിൽ വന്നു. സംസ്ഥാനത്തെ 350 പമ്പുകളിലാണ് ഈ തീരുമാനം നടപ്പിലാക്കുന്നത്. കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് ഡൽഹി പോലീസുമായും ഗതാഗത വകുപ്പുമായും ചേർന്നെടുത്ത തീരുമാനത്തിന്റെ ഭാഗമായാണ് ഈ നടപടി. തീരുമാനം നല്ല രീതിയിൽ നടപ്പിലാക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ കൃത്യമായ നിരീക്ഷണവും അധികൃതർ നടത്തും. ആദ്യ 100 പമ്പുകൾ ഡൽഹി പോലീസ്, 59 പമ്പുകൾ ഗതാഗത വകുപ്പ്, 99 പമ്പുകൾ ഇരുവിഭാഗങ്ങളുടെയും സംയുക്ത സേന, അവസാനത്തെ 100 പമ്പുകൾ മുനിസിപ്പൽ കോർപ്പറേഷൻ ജീവനക്കാർ എന്നിവർ നിരീക്ഷിക്കും. ഏതെങ്കിലും തരത്തിൽ നിയമലംഘനം കണ്ടെത്തിയാൽ കനത്ത പിഴയുൾപ്പെടെയുള്ള കർശന നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. പമ്പുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നീഷൻ ക്യാമറകൾ വഴിയാണ് നിയമം നടപ്പിലാക്കുന്നത്. ക്യാമറ വാഹനത്തിന്റെ നമ്പർ സ്കാൻ ചെയ്യും. വാഹനത്തിന്റെ വിവരങ്ങൾ വാഹന ഡേറ്റാബേസുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഇത് 15 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള പെട്രോൾ വാഹനങ്ങളെയും 10 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഡീസൽ വാഹനങ്ങളെയും തൽക്ഷണം തിരിച്ചറിയും. വാഹനം ഫ്ലാഗ് ഓഫ് ചെയ്തു കഴിഞ്ഞാൽ ഇന്ധന പമ്പ് ഓപ്പറേറ്റർക്ക് ഒരു അലേർട്ട് ലഭിക്കും. പഴകിയ വാഹനങ്ങളിൽ നിന്നുള്ള മലിനീകരണം നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ നിയന്ത്രണം നവംബർ 1 മുതൽ കൂടുതൽ സ്ഥലങ്ങളിൽ നടപ്പിലാക്കും. നവംബർ 1 മുതൽ ഗുരുഗ്രാം, ഫരീദാബാദ്, ഗാസിയാബാദ്, ഗൗതം ബുദ്ധ് നഗർ, സോനെപത് തുടങ്ങിയ മറ്റ് ഡൽഹി NCR മേഖലകളിലേക്കും 2026 ഏപ്രിൽ 1 മുതൽ NCRന്റെ ബാക്കി ഭാഗങ്ങളിലേക്കും ഘട്ടം ഘട്ടമായി വ്യാപിപ്പിക്കും.